ഹായ് ഹലോ നമസ്കാരം. അമുദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു ഡയറ്റ് പ്ലാൻ നോക്കുവാണ്. വെയിറ്റ് മാനേജിങ് പ്ലാനാണ്. അതിലേക്ക് ഞാൻ 2 മില്ലറ്റ്സ് ചേർത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒരു കപ്പ് നിറച്ചും ബാജ്ര എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് റാഗിയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് അരിപ്പയിൽ വെച്ച് വെള്ളം തോർത്തിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്ത് വരാം. നന്നായിട്ട് പൊടിയൊക്കെ പോകുന്ന രീതിയിൽ ഒന്ന് ഞെരടി കഴുകിയെടുക്കണം. എന്നിട്ട് നമുക്കത് അരിപ്പയിലേക്ക് വെച്ച് കൊടുക്കാം വെള്ളം വാലാനായിട്ട്. ഞാൻ അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിപ്പയിൽ മാറ്റി വെച്ചിരുന്ന മില്ലറ്റ്സ്, റാഗിയും ബാജ്രയും അത് ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് മാത്രമേ മാറ്റി വെച്ചിരുന്നുള്ളൂ. വെള്ളം ഒന്ന് വാർന്ന് കിട്ടിയാൽ മതി. നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്രയും വെള്ളം പോയാൽ മതിയാകും. നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആ വെള്ളത്തിൻ്റെ അംശം പോകുന്നവരെ ഒന്ന് ആദ്യം ചൂടാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് പിന്നെയും കുറച്ചുകൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു കിലുകിലാന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ കേട്ട് വരുന്ന സമയത്ത് തീ ലോ ആക്കിയിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മണം വരും. ആ സമയം വരെ നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അത്ര സമയം മാത്രം, വറുക്കാനുള്ള സമയം മാത്രമേ ആകുന്നുള്ളൂ. നമുക്ക് വറുത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വലിയൊരു പ്ലേറ്റിലേക്ക് ഇത് ചൂടാറാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ഈ പൊടി നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പൊടി നമുക്ക് ഡിന്നറിലേക്കും എടുക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം. നമ്മൾ ചൂട് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച സാധനങ്ങൾ മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്നുകൂടെ അരിച്ചെടുക്കേണ്ടതുണ്ട്. റാഗി ചേർത്തതുകൊണ്ട് ആ തൊലി ഒന്ന് പോയി കിട്ടണം. അതുകൊണ്ട് ഞാനൊരു അരിപ്പയിൽ ഇത് അരിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു ബേസിൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിപ്പ് വെച്ച് കൊടുക്കാം. ആ അരിപ്പയിലേക്ക് നമ്മൾ അരച്ചെടുത്ത പൊടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് കിട്ടുന്നത് നമുക്ക് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ പ്രത്യേകം മിക്സിയിൽ തന്നെ ഒന്നുകൂടെ പൊടിച്ചെടുത്തിട്ട് അരിച്ചെടുക്കാം. എല്ലാം അരിച്ചെടുക്കാം. പൊടിയെല്ലാം അരിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്നും 2 കപ്പ് പൊടിയാണ് ഞാൻ ഇന്ന് ഡിന്നറിലേക്ക് എടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, ഒരു സവാള കൊത്തി അരിഞ്ഞത്, ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ചേർക്കുന്നത്. കുരുമുളക് പൊടിയോ മുളക് പൊടിയോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ആദ്യം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ സമയത്ത് ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട്, തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താണ് നമ്മൾ ഇന്ന് ഈ ടീ മില്ലറ്റ് റൊട്ടി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. തിളച്ച വെള്ളം ഞാൻ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മാവിലേക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ആ മാവിനനുസരിച്ചിട്ടിരിക്കും. അതുകൊണ്ട് അളവൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് നമുക്ക് കുഴച്ചെടുത്ത് വരാം. സ്പാറ്റുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് ചൂട് തണുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനൊരു ബട്ടർ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുഴച്ച് മാറ്റി വെച്ച മാവിൽ നിന്നും ആവശ്യമുള്ള സൈസിൽ മാവെടുത്തിട്ട് ഒന്ന് പരത്തണം. അതിന് മുന്നേ ബട്ടർ ഷീറ്റിൽ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്യണം കയ്യിലും. എന്നിട്ട് നമുക്ക് മാവെടുത്തിട്ട് ആവശ്യമുള്ള വലിപ്പത്തിൽ അതിൽ നിന്ന് കുറച്ച് എടുക്കാം. കയ്യിൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ബട്ടർ ഷീറ്റ്  വെച്ച് കൊടുത്തിട്ട് പരത്തിയെടുക്കണം.
ആദ്യം എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം ബട്ടർ ഷീറ്റിൽ കുറച്ച്. അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മറുവശം വെച്ചിട്ട് ഇതിൻ്റെ പുറത്തൊന്ന് അടച്ചു കൊടുക്കാം. അതിൻ്റെ പുറത്തുകൂടെ ചപ്പാത്തി റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം നമുക്ക്. കറക്റ്റ് റൗണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ഒരു അച്ചോ എന്തെങ്കിലും വെച്ചിട്ട് കറക്റ്റ് സൈസായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് കറക്റ്റാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ദോശത്തവ ചൂടാകാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പരത്തിയ ഒറട്ടി അല്ലെങ്കിൽ റൊട്ടി ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ കല്ലിൽ. ആവശ്യമുണ്ടെങ്കിൽ തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വെറുതെ തന്നെ ചുട്ടെടുത്താലും മതിയാകും. ഒരു വശം നന്നായിട്ട് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ പെട്ടെന്നായി കിട്ടും, നല്ല ടേസ്റ്റിയാണ്. റൊട്ടി വെന്തിട്ടുണ്ട്, അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്നുകൂടെ ചുട്ടെടുക്കാം. ഈ മൾട്ടിഗ്രെയിൻ പൊതുവെ എല്ലാവർക്കും ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാൻ രണ്ടാമത്തെ റൊട്ടിയിൽ കുറച്ച് നെയ്യ് തൂവി കൊടുക്കുന്നുണ്ട്. അതും കൂടി തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ചുട്ടെടുക്കാം. ഞാനിന്ന് നല്ലൊരു ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല ഐറ്റമാണ്, ഹെൽത്തിയുമാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.